കമൽനാഥ് നാടകത്തിന് തൽക്കാലം തിരശീല. മധ്യപ്രദേശിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥ് ബിജെപിയിലേക്ക് ഇല്ല. മകനും എംപിയുമായ നകുൽനാഥ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ തന്നെ മത്സരിക്കുമെന്നും കമൽനാഥിന്റെ അടുത്ത അനുയായികൾ പറയുന്നു. മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ പാർട്ടിക്കുള്ളിൽ പ്രസക്തി വീണ്ടെടുക്കാനുള്ള നാടകമായിരുന്നു കമൽനാഥിന്റെ ഡൽഹി യാത്ര. ബിജെപിയിൽ എത്തുമെന്ന് പ്രതീതിയുണ്ടാക്കുക, അതുവഴി കോൺഗ്രസ് ഹൈക്കമാൻഡിന് വീണ്ടും വേണ്ടപ്പെട്ടവനാകുക. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രധാന ഉത്തരവാദിയായി കണ്ടാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് കമൽനാഥിനെ മാറ്റിയത്. രാജ്യസഭാ സീറ്റും കൊടുത്തില്ല. ഇതിലുള്ള പ്രതിഷേധം ആദ്യം മുതലേ അവഗണിച്ച സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡൽഹിയിൽ എത്തിയിട്ടും കമൽനാഥിനെ തിരിഞ്ഞു നോക്കിയില്ല. ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആകട്ടെ പോകേണ്ടവർ പോകും എന്ന് പ്രതികരിക്കുകയും ചെയ്തു. മധ്യപ്രദേശിലെ ബിജെപിക്കാർക്ക് കമൽനാഥിനെ വേണ്ട. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൂത്തുവാരി. ലോക്സഭാ സീറ്റുകൾ മിക്കതും ജയിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് സംസ്ഥാനത്തെ ബിജെപിക്കാർ. കോൺഗ്രസിൽ നിന്ന് വരുന്നവരെ എല്ലാം പാർട്ടിയിലെടുക്കുന്നു എന്ന പരാതി അവർക്ക് പണ്ടേ ഉണ്ട് താനും. 2020 കോൺഗ്രസിൽ നിന്ന് ചേക്കേറിയ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കാകട്ടെ കമൽനാഥിനെ എടുക്കുന്നതിൽ വലിയ എതിർപ്പും. ഇതിനിടെ ആകെ അനുകൂല പ്രസ്താവന വന്നത് സംസ്ഥാന അധ്യക്ഷനിൽ നിന്നാണ്. അതും വേണമെങ്കിൽ വന്നോളൂ എന്ന മട്ടിൽ. ഇതൊന്നും പോരാത്തതിന് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ കൊട്ടാൻ ബിജെപി ഇടയ്ക്കിടെ ഉപയോഗിക്കുന്ന സിഖ് വിരുദ്ധ കലാപത്തിൽ ആരോപണ വിധേയനാണ് കമൽനാഥ്. കഴിഞ്ഞ ശനിയാഴ്ച ദില്ലിയിലെത്തിയ കമൽനാഥിന് സസ്പെൻസ് നീട്ടിക്കൊണ്ടുപോകാൻ 2-3 ദിവസം പറ്റി. കൂടെ 3 MLA-മാരും ബാക്കി പുറകെ വരുന്നുണ്ടെന്ന പ്രചാരവും. പക്ഷേ ഒന്നും ഏറ്റില്ല. ഒടുവിൽ അങ്ങനെ അദ്ദേഹം ആലോചിച്ചിട്ടേ ഇല്ലെന്ന അനുയായികളുടെ അറിയിപ്പ് വന്നതോടെ നാടകം തീർന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ ഒന്നും അവസാനിക്കുന്നില്ല. നാളെ മറ്റൊരു ദിവസമാണ്. അപ്പോൾ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം വരികയും ചെയ്യാം. രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയത് രാജീവ് ഗാന്ധിയാണെന്ന് പറഞ്ഞ് വോട്ടുപിടിച്ച കമൽനാഥ് ഗതികെട്ടാൽ വലിയ ഡിമാൻഡൊന്നുമില്ലാതെ ബിജെപി പാളയത്തിലേക്ക് പോയെന്ന് വരും.